ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത കെട്ടുകണക്കിന് പണം കണ്ടെത്തിയതായി വാർത്തകൾ. കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തം അണയ്ക്കാൻ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ പണം കണ്ടെത്തിയെന്നാണ് വാർത്ത പ്രചരിച്ചത്. എന്നാൽ തങ്ങൾ പണമൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും വ്യക്തമാക്കി ഡൽഹി അഗ്നിരക്ഷാസേന വിഭാഗം മേധാവി പിന്നീട് രംഗത്ത് വന്നു. 15 കോടിയിലധികം രൂപയാണ് കണ്ടെടുത്തതെന്നാണ് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. സംഭവം നടക്കുമ്പോൾ ജഡ്ജി വീട്ടിലുണ്ടായിരുന്നില്ലെന്നും തീ അണച്ച ശേഷം നടപടിക്രമത്തിന്റെ ഭാഗമായി നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുമ്പോഴായിരുന്നു ഒരു മുറിയുടെ അലമാരയിൽ നിന്നും പണം കണ്ടെടുത്തതെന്നുമാണ് വാർത്തകൾ വന്നത്. പരിശോധനയിൽ ഇത് കണക്കിൽപ്പെടാത്തതാണെന്നും വ്യക്തമായതോടെ മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. വിഷയം ശ്രദ്ധയിൽപ്പെട്ട കേന്ദ്ര സർക്കാർ കൂടുതൽ നടപടികൾക്കായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വിവരം അറിയിച്ചുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ചീഫ് ജസ്റ്റിസ് കൊളീജിയത്തിന്റെ യോഗം വിളിച്ച് തുടർ നടപടികൾ ചർച്ച ചെയ്തു. ജസ്റ്റിസ് വർമ്മയെ താൽക്കാലികമായി അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റി. ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ടായാൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ആരോപണം നേരിട്ട ജഡ്ജിയിൽ നിന്നും സുപ്രീം കോടതി കൊളീജിയം വിശദീകരണം തേടും. തുടർന്ന് കൂടുതൽ അന്വേഷണത്തിനായി സുപ്രീം കോടതി ജഡ്ജിമാർ ഉൾപ്പെടുന്ന 3 അംഗ ആഭ്യന്തര കമ്മിറ്റി രൂപീകരിക്കും. കമ്മിറ്റി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. പാർലമെന്റ് പാസ്സാക്കുന്ന ഇംപീച്ച്മെന്റ് പ്രമേയത്തിലൂടെ മാത്രമേ ഒരു ഹൈക്കോടതി ജഡ്ജിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കാനാകൂ.